പിന്നെ അനുഭവിക്കണം, തീർച്ചയായിട്ടും അനുഭവിക്കണം. ആ യൂട്യൂബർ പറഞ്ഞാൽ ശരിയാ, ആ പുള്ളിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാം. ആ പുള്ളി വലിയ ഹലോ പുള്ളിയെന്ന് വിചാരിച്ചിട്ട് ഹലോ ബ്രോ. അതെ ബ്രോ. പുള്ളി മാത്രം അനുഭവിച്ചാൽ പോരില്ല വിഷമം. അയാളും കൂടെ മനസ്സിലാക്കണമേ. ആ അത്രേ ഉള്ളൂ. ആ ഞാൻ വിളിക്കാം. ആ എന്താ ബ്രോ? അതെ ബ്രോ, ഈ ഉപ്പൂന്നിനടുത്തുള്ളേ ഈ ദിവാൻ മൂലയ്ക്കുള്ള വഴിതാണോ? ദീപാമൂല ഇവിടുന്ന് കിഴക്കോട്ട് പോവാ. ഒരു 3 വളവ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ നിന്ന് പടിഞ്ഞാട്ട് പോവാ. പടിഞ്ഞാട്ട് പോയി ഇത്തിരി അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു ചായക്കടയുണ്ട്. ആ ചായക്കടയുടെ അപ്പുറത്തും ഇപ്പുറത്തും 2 വഴിയുണ്ട്. അതിൽ രണ്ടാമത്തെ വഴിക്ക് പോകുള്ളൂ. അതിലെ പടിഞ്ഞാറ് വീണ്ടും പോവാ. വീണ്ടും ചെന്ന് കഴിയുമ്പോൾ തെക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരു മാവുണ്ട്. ആ മാവിനെ വട്ടം ചുറ്റി ഇടത്തോട്ട് പോയാലാണ് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത്. തെക്കോട്ട് എനിക്ക് മാവ്. ബ്രോ അതെ, ഈ തെക്കോടൊക്കെ മാറ്റിയിട്ട് റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ ഒന്ന് പറയാമോ? റൈറ്റ് ലെഫ്റ്റ് അത് ഇത്തിരി പാടാ. ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെയാ പറയണേ. ഒരു കാര്യം ചെയ്യേ, ഞാനും ദിവാമൂലയ്ക്കാ, നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം. അപ്പം പിന്നെ ബ്രോയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കുഴപ്പമില്ല. ഓക്കെ ബ്രോ, താങ്ക് യു. അല്ല ബ്രോ, ആർക്കും എന്തൊക്കെ പറ്റിയെന്നൊക്കെ പറഞ്ഞു ബ്രോ പറയുന്നത് കേട്ടത്. അവിടെ ഫോണിലാ. ആ ഫോണില് അത് ബ്രോ ലാലേട്ടന്റെ കാര്യം പറഞ്ഞ. നമ്മുടെ ലാലേട്ടൻ്റെയോ? ആ. എന്ത് കാര്യം? ആ ദൃശ്യത്തിലെ മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേരെന്താ? ജോർജ് കുട്ടി. ആ ജോർജ് കുട്ടി എന്താ കാണിച്ചേ? ആ പാവം സിദ്ദിഖിന്റെ മോനെ കൊന്ന് പോലീസ് സ്റ്റേഷന്റെ അടിയിൽ കുഴിച്ചിട്ട് പിന്നെ കത്തിച്ചു കളഞ്ഞ് ഒരു തരി പോലും തെളിവില്ലാണ്ടാക്കി. അതിനുള്ള പകരം മറ്റൊരു ജോർജ് ആ മോഹൻലാലിനോട് കിട്ടി. മറ്റൊരു ജോർജോ? ആ ജോർജ് സാറ്, തുടരും ജോർജ് സാറ്. 10 വർഷം കഴിഞ്ഞാലും പണിയായിട്ട് തന്നെ കിട്ടും. എന്നാ നമ്മൾ പോവല്ലേ ബ്രോ? അല്ല ബ്രോ, IPL കണ്ടായിരുന്നോ? ആ കണ്ടു. ഇന്ന് വേണം കപ്പിലിട്ടൊരു ചായ കുടിക്കാൻ. നമുക്ക് കപ്പ് വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഇവിടുന്ന് അധികം ദൂരം ഉണ്ടോ ഈ ദിവാൻപുലിക്ക്? ദിവാമൂലയ്ക്ക് കുറച്ച് ദൂരമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവിടെ തെക്ക് വടക്ക് നമ്മുടെ, ഞാൻ പറഞ്ഞുതരാം, കുഴപ്പമില്ല, പേടിക്കണം. എനിക്ക് തെക്ക് വടക്കൊന്നും അറിയില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ഒരു ചെറുപ്പത്തെ. ബ്രോ എന്ത് ചെയ്യുന്നു? ഞാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇല്ല, നമ്മളെ പോലെ അതെ. ബ്രോക്ക് തെക്ക് വടക്ക് മാത്രമേ അങ്ങനെയൊക്കെ തന്നെ. വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് കമ്പനിക്കാർ വരും, അടിച്ചു പൊളിക്കും. ഒക്കെ തന്നെ ഫോൺ വയ്ക്കൊരു സ്ഥലത്തൊന്നും നിർത്തണേ, ഞാൻ പറയാട്ടോ. വിവരമോ? ഞാൻ പറയാം. ഇത് വളവ് കുറെ കഴിഞ്ഞല്ലോ ബ്രോ. എത്തും. നമ്മൾ മെയിൻ റോഡിലേക്ക് കയറുക. ഇനി നമുക്ക് ഇവിടെ ഇടത്തോട്ടാ. ഇതാണോ പറഞ്ഞ പടിഞ്ഞാറോട്ട് കിടക്കുന്ന വഴിയാണ്. സ്ട്രേറ്റ് അങ്ങ് പോകണം. ഈ വഴി അവിടെ ചെല്ലുമ്പോ നിർത്തേക്കണേ. അതല്ലേ ഇവിടെ ഒന്ന് ചവിട്ടേക്കണേ. ഒരു മിനിറ്റ് പോരാ. അല്ല ബ്രോ, ഇത് വിവരമല്ലേ? ബ്രോയ്ക്ക് വേണോ? എനിക്ക് വൈകുന്നേരം ഒരു പൈസ അടിക്കണം. വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഓട്ടലയാ, നാളെ കൂടാ. ഇന്ന് വേറെ ആളുണ്ട്. ദൈവാധീനം ഇന്ന് പിരി പറ്റിയിട്ടില്ല. സാധാരണ പിരി ഒന്നും ലൂസായിട്ട് കിട്ടാറ്. ബ്രോ ഡെയിലി അടിയുണ്ടല്ലേ? ഡെയിലി ഇല്ല, ആഴ്ചയിൽ 7 ദിവസമുള്ളൂ. 2 വളവ് കഴിഞ്ഞാൽ തലവായി. ബ്രോ ഇവിടെ ഇതാണ് എന്റെ വീട്. അല്ല ബ്രോ, അപ്പൊ ദിവാൻമൂല ബ്രോ ഒന്ന് പിടിച്ച്. ദിവാമൂല ഈ കാണാണ്, ഇതേ അപ്പുറത്ത് കാണാണ് ദിവാമൂലയില് ആരെയും ബ്രോയ്ക്ക് കാണണ്ടേ? ആ ദിവാൻമൂലയിൽ ആ പീതാംബരക്കുറുപ്പില്ലേ, പുള്ളിക്കാരന്റെ വീട്? പീതാംബരക്കുറുപ്പ് ഇതാണ് പീതാംബരക്കുറുപ്പ്. എന്റെ അച്ഛനാ. ഇതാ ഞങ്ങളുടെ വീട്. എന്താണ് കാര്യം? ഓ, ഇതാണ് അപ്പൊ പീതാംബരക്കുറുപ്പ്. ബ്രോ പുള്ളിയുടെ മോനും. ഞങ്ങള് 2 ആൺമക്കളെ പുള്ളിക്ക്. എന്താണ് കാര്യം? ബ്രോ കല്യാണം കഴിച്ചാണോ? ഞാൻ കെട്ടിയില്ല ബ്രോ. 3 വർഷം നിൽക്കാൻ തുടങ്ങിയിട്ട് 4 പറയും. ചേട്ടൻ കെട്ടി, ദേശ ദുബായില്. അപ്പോ ബ്രോയാണ് കെട്ടാത്തല്ലേ? അല്ല, ബ്രോ എന്താ ബ്രോക്കറാണ്? കൊണ്ടിട്ട് ബ്രോക്കർ ലുക്കൊന്നുമില്ല. എന്ത് ചോദിച്ചാ? ഈ പീതാംബരക്കുറുപ്പ് കഴിഞ്ഞ ഞായറാഴ്ച എന്റെ വീട്ടിൽ വന്നായിരുന്നു. പുള്ളിയുടെ ഇളയ മോൻ പെണ്ണാണ്. ആ ഇളയ മോൻ ബ്രോയാലേ? 7 ദിവസം ആഴ്ചയില്. കൊള്ളാം. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ വീട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് എന്റെ അച്ഛനെ പോയി അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞു വിട്ടതാ. പേടിയ വള്ളി കാലി ചുറ്റി. കുറുപ്പദേഹം. ഓ, ഫസ്റ്റ് മോനാട്ടോ. വരട്ടെ കുറുപ്പളിയാ. ആഴ്ച 7 ദിവസം തന്നെ ഉണ്ടല്ലോ അല്ലേ? ആരുടെയൊക്കെ ഗുരുകാരണവന്മാരുടെ അനുഗ്രഹം. രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ കുടിയനെ എന്റെ പെങ്ങളെ കൊടുക്കണേ. സ്റ്റാർട്ട് ആവണില്ലല്ലോ. അല്ലയാ, ആ കൊച്ചിന്റെ പടമെങ്കിലൊന്ന് കാണിച്ചിട്ടോ പോലെയാ. അച്ഛൻ ഇമ്മാതിരി ചതി എന്നോട് കാണിക്കരുത് കേട്ടോ. എന്നോടൊരു വാക്കെങ്കിലും പറഞ്ഞിട്ട് വല്ലയിടത്ത് പോയി പെട്ടെന്ന് അന്വേഷിക്കാൻ പാടില്ലായിരുന്നു. ഇതൊരുമാതിരി ചതിയായി പോയി. ചതിയെ നീ എന്നെ ചതിയാന്ന് വിളിക്കണ നീ ആരെ ചതിച്ചിട്ട് വന്നെന്ന് പറയണ ചതിയാ? ഞാനാരും ചോദിച്ചൊന്നുമില്ല. അച്ഛൻ എന്നെ ചോദിച്ചു. അപ്പൊ ആ ചതിനെ ഏതാണ്? ഞാനാണ് ചതിയൻ. എന്റെ പേര് ടുണ്ടുമോൻ കേസി. ഇത് എന്ത് കോലാണത്? ഒരുമാതിരി കുട്ടിനിക്കറും വെള്ളസട്ടും ഇട്ട് നേഴ്സറി പിള്ളേരെ പോലെ. എന്ത് കോലാണ് ചേട്ടാ? ജടാ, നീ അറിഞ്ഞില്ലേ? ഞാൻ അംഗൻവാടി പോയിച്ചായിരുന്നു. അംഗൻവാടി? അതെന്നെ, അംഗൻവാടിയില്. ഇവിടെ ഈ അച്ഛൻ ഉണ്ടാക്കുന്ന കഞ്ഞും പയറും ചെന്ന് മാറ്റി. വേണമെങ്കിൽ നിനക്ക് വന്ന് ചേർന്നാൽ ഇഷ്ടം പോലെ കിട്ടും ഫുഡ്. നല്ല മെനുവാ. മെനു? ബിരിയാണി കിട്ടും. ബിരിയാണി ഇതും പോരാഞ്ഞിട്ട് ചൊവ്വാഴ്ച മുട്ട ബിരിയാണി, ശനിയാഴ്ച വെജ് പുലാവ്, സോയ ഫ്രൈ, ഓംലെറ്റ് തുടങ്ങിയ എല്ലാം ഉണ്ട് മെനു. അതുകൊണ്ട് ഞാൻ അംഗൻവാടി പോവാ. വാടാ, നീ ഇയാളുടെ കഞ്ഞും പറഞ്ഞുകൊണ്ട് രാവിലെ കക്കൂസി പോലും പോകാൻ പറ്റില്ല കേട്ടോ. അനിയാ വാടാ അംഗൻവാടി വാടാ, അനിയാ വാടാ അംഗൻവാടി വാടാ, ബിരിയാണി തിന്നാടാ വാടാ.
ഞാനും വന്നിട്ടുണ്ട് അംഗൻവാടിയിലേക്ക്. എന്റെ പേര് പട്ടു. എനിക്കും ബെർണാണിയിലെ മുട്ട വേണം. എന്റെ മുട്ട ഞാൻ ആക്കിയത്. ആ എന്നാ എനിക്ക് കോഴിക്കാല് വേണം. എന്റെ കോഴിക്കൽ അച്ഛൻ അച്ഛന്റെ കോഴിക്കൽ ഞാൻ അത് പറ്റില്ല. അല്ല അച്ഛന്റെ ഈ ഉണക്കാലും ഏതാണെന്ന് ഒന്ന് പോരാ.